الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا സഹോദരന്മാരെ സഹോദരികളെ ലോകസത്തമായ അല്ലാഹുവിനെ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും വിശിഷ്യ നമ്മുടെ രഹസ്യ മേഖലകളിലും പരസ്യ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചു വെക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ അൽ ഫുർഖാൻ എന്ന അധ്യായത്തിലെ 63-ാമത്തെ വചനമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓതി കേൾപ്പിച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാകുക. അവന്റെ ജീവിതത്തിൽ അവന് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത് ഒരു ജോലി, നല്ലൊരു ജോലി, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്, അതുമല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നല്ലൊരു സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും ആളുകൾക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഭാഗ്യം, സൗഭാഗ്യം എന്ന് പറഞ്ഞത്
നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി എന്നതാണ്. അല്ലാഹു നമ്മളെ മുസ്ലിങ്ങളാക്കി മാറ്റി എന്നതാണ്. സത്യവിശ്വാസികളാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റി എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് നമ്മുടെ ഈ ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് മനുഷ്യന്മാർ, ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അവരുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ ഈ ലോകത്ത് ജനിച്ചത് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്പമൊക്കെ ഇവിടെ സുഖിക്കാൻ, അതേപോലെ തന്നെ ഇവിടെ കിട്ടുന്നതൊക്കെ തിന്ന് കുടിച്ച് മതിച്ച് രസിച്ച് അങ്ങനെ ജീവിക്കുക എന്നതിനപ്പുറം മറ്റൊരു ജീവിതത്തിൽ ലക്ഷ്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ അധികമായിട്ട് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കതല്ല, വിശ്വാസികളായ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പരലോക ലക്ഷ്യമാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബ്, എന്റെ സൃഷ്ടാവായ അല്ലാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് അവന്റെ ആ ദീൻ ഇസ്ലാം, അത് ഉൾക്കൊള്ളാൻ, അതിന്റെ ഒരു അണിയായി മാറാൻ, അതിന്റെ ഒരു അനുയായിയായി മാറാൻ എനിക്ക് അല്ലാഹു തആല ഭാഗ്യം തന്നു എന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് തിരിച്ചറിയുന്നവനാണ് ഒരു മുഅ്മിൻ. നമുക്കറിയാലോ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള സംഗതിയാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂ താലിബ്. നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ്. ഈ ഹിദായത്ത് എന്നൊക്കെ പറയുന്നത്, സന്മാർഗം എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് ഏതെങ്കിലും കടയിൽ പോയി ഷോപ്പിൽ പോയി കാശ് കൊടുത്ത് വാങ്ങുന്ന സംഗതിയല്ല. ഏതെങ്കിലും കടയിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് എനിക്ക് 2 ഹിദായത്ത് താ, എനിക്കല്ലെങ്കിൽ ഒരു ഹിദായത്ത് താ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച് പൈസ കൊടുത്ത് വാങ്ങുന്ന സംഗതിയല്ല ഹിദായത്ത്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക. ഇപ്പൊ നമുക്കറിയാലോ, മക്കയിൽ താമസിച്ച, മക്കയിൽ ജനിച്ചു വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ കിലോമീറ്റർ അകലെയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കാണാതെ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രൂപം എന്ന് പോലും അറിയാതെ ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി മാറാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതല്ലേ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സർവ്വവിധ പിന്തുണ നൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണമായിട്ടും സംരക്ഷണം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിക്കൊണ്ടുവന്ന മൂത്താപ്പ അബൂ താലിബിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് അബൂ താലിബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ വരുന്നതോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജിബ്രീൽ ഓതിക്കെടുത്ത ആയത്തുകൾ പച്ചയായി കൊണ്ട് ഓതി കേൾപ്പിക്കുന്ന ലൈവായി കണ്ടിട്ടുള്ള അബൂ താലിബ്, ആ അബൂ താലിബിനെ ഇതേപോലെ ജുമാ കൂടാൻ ചിന്തിക്കണം. നിങ്ങളും ഇതേപോലെ ജുമാക്ക് വരാൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായിയായി മാറാൻ, ഒരു സ്വഹാബിയായി മാറാൻ, അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളാൻ, അത് അംഗീകരിക്കാൻ, നമസ്കാര കൃത്യമായി നിർവഹിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ വ്യക്തി എന്ന് പറയുമ്പോൾ ആ ഹിദായത്തിന്റെ വാല്യൂ എത്രമാത്രമാണ് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിപൂർണ്ണ സംരക്ഷണം കൊടുത്ത വ്യക്തി. നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ ചരിത്രം. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മണ്ണ് വാരിയിടാൻ അനുവദിക്കാത്ത വ്യക്തി. ഒരിക്കൽ അബൂ താലിബിന്റെ അടുക്കൽ കുറച്ച് ആളുകൾ വന്നു. നമുക്ക് ചരിത്രം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ദഅവത്ത് നടത്തുന്നു, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, ദഅവത്ത് നടത്തുന്നു, പ്രബോധനം ചെയ്യുന്നു, തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നു. ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10 പേരാണെങ്കിൽ നാളെ അത് 15 ആകുകയാണ്, മറ്റന്നാൾ അത് 20 ആകുകയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രബോധനത്തിൽ ആളുകൾ വശംവദനായിക്കൊണ്ട് ആളുകൾ മുഹമ്മദ് നബിയുടെ അനുയായികളായിട്ട് മാറുന്നു എന്ന് കണ്ടപ്പോ അബൂ താലിബിന്റെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ ചെന്നില്ലേ, ഖുറൈശി നേതാക്കന്മാർ ചെന്നിട്ട് എന്താ പറഞ്ഞത്? അബൂ താലിബേ, താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനീയനാണ്, താങ്കളെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, താങ്കള് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിനെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഞങ്ങൾ. താങ്കൾക്കിവിടെ ഞങ്ങളുടെ ഈ സമൂഹത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ താങ്കളോട് സംസാരിക്കാൻ വന്നത്
വന്നത് എന്തിനാ അറിയുമോ? താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദ് അവൻ നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങളെ എതിർക്കുന്നു. അവൻ നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങളെ എതിർക്കുന്നു എന്ന് മാത്രമല്ല, അത് തെറ്റാണെന്ന് പറയുന്നു. ഏറ്റവും വലിയ, ഏറ്റവും ആരാധനകർഹനായി ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് ഈ ലോകത്തിന് സിട്ടാവുണ്ടെന്നും ആ സിട്ടാവായ അള്ളാഹു ഏകനാണെന്നും ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുത്തൻ ആശയവുമായി കടന്നു വന്ന ആ മുഹമ്മദ് ഉണ്ടല്ലോ, അവൻ നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങളെ തള്ളിക്കളയുന്നു, അവൻ അതിനെ എതിർക്കുന്നു, തെറ്റാണെന്ന് പറയുന്നു. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് അബൂ താലിബ്, താങ്കൾ സഹോദരപുത്രനെ ഒന്ന് ശാസിക്കണം, ഒന്ന് ഉപദേശിക്കണം, നിർത്തിവെക്കാൻ പറയണം. അബൂ താലിബ് പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല. അപ്പൊ വരുമ്പോ ഞാൻ പറയാം, നിങ്ങൾ വന്ന് പറഞ്ഞ പോലെയൊക്കെയുള്ള വിവരങ്ങൾ ഞാൻ പറയാം. വീട്ടിൽ വന്നപ്പോ അബൂ താലിബ് ഉണ്ടായ സംഭവങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ? അപ്പൊ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഞാൻ നിങ്ങൾ പഠിച്ചതാണ്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മറുപടി. അല്ലാഹു റസൂൽ പറഞ്ഞോ, മുതഫ ലൗ വദഅതി ശംസു ഫീ യമീനി വൽ ഖമറ ഫീ യസാരി. സൂര്യൻ, ആ കാണുന്ന കത്തിത്തിളങ്ങി നിൽക്കുന്ന സൂര്യൻ ഉണ്ടല്ലോ, ആ സൂര്യനെ ഈ വന്ന ആളുകൾ എന്റെ വലത് കയ്യിൽ വെച്ച് തരാം, ചന്ദ്രനെ എന്റെ ഇടത് കയ്യിലും വെച്ച് തരാം എന്നവർ പറഞ്ഞുകൊണ്ട് ഓഫറുമായി വന്നാൽ പോലും മുത്തപ്പ ഒന്നെങ്കിൽ അല്ലാഹു തആല എന്നെ മരിപ്പിക്കണം, അതല്ലെങ്കിൽ ഈ ആദർശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കണം. രണ്ടാമത് സംഭവിച്ചാലുണ്ടാതെ ഞാൻ ഈ ആദർശത്തിൽ പിന്മാറുന്ന പ്രശ്നമല്ല മുത്തപ്പ. മുത്തപ്പാക്ക് ഞാനൊരു ഭാരമാണെങ്കിൽ, മുത്തപ്പാക്ക് ഞാനൊരു അധികപ്പറ്റാണെങ്കിൽ, മുത്തപ്പാക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ, ശല്യമാണെങ്കിൽ ഞാനിപ്പോ എന്റെ വാട്ടിൽ പോയിക്കൊള്ളാം, മുത്തപ്പാക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ പോയിക്കൊള്ളാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉറച്ച തീരുമാനം കണ്ടപ്പോ അബൂ താലിബ് വാക്കന്തരെ, മോനെ നീ നിന്റെ ആശയവും ആദർശവുമായി മുമ്പോട്ട് പോയിക്കുമ്പോലെ ഈ മൂത്താപ്പ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്റെ ശരീരത്തിൽ മണ്ണ് വാങ്ങിടാൻ ഈ മൂത്താപ്പ സമ്മതിക്കില്ല പോലെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിപൂർണ്ണ സപ്പോർട്ട് കൊടുത്ത അബൂ താലിബിനെ അല്ലാഹുവിന്റെ മതത്തിന്റെ അനുയായിയായി മാറാൻ ഭാഗ്യം ലഭിച്ചില്ല എന്ന് പറയുമ്പോ മക്കയുടെ എത്രയോ കിലോമീറ്ററുകളല്ലേ ഈ പാലക്കാട് ജില്ലയിൽ ഈ പ്രദേശത്തുള്ള ഇത്രയും ആളുകൾ, ഈ ഇത്രയും മുസ്ലിങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം കാണാതെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് ആ നബി പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും അക്ഷരപ്രതി ഞാൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അനുസരിക്കുന്നുണ്ടെങ്കിൽ, സഹോദരന്മാരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ തിരിച്ചറിയണം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമുക്കിത് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുന്ന ഒരു ഓഫറല്ല, ആരെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല. അല്ലാഹു തആല നൽകണം സഹോദരന്മാരെ, അല്ലാഹു തആല നൽകണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ മതത്തിന്റെ ഒരു അനുയായിയായി മാറാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇതിനേക്ക് വലിയ ഭാഗ്യം വരാ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമുക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ അതെനിക്ക് നല്ലൊരു സർക്കാർ ജോലി കിട്ടിയതാ, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയതാണ്, അതുമല്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയൊരു വീട് ആരും വെക്കാത്ത തരത്തിലുള്ള വലിയൊരു മണിമാളിക പണിതാണ്. ഇങ്ങനെ പലതും ആൾക്ക് പറയാനുണ്ടാവും. പക്ഷെ അതൊന്നും അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. മുസ്ലിമായി, മുസ്ലിം സൊസൈറ്റിയിൽ ഒരു അംഗമായി എനിക്ക് നിങ്ങൾക്ക് മാറാൻ സാധിച്ചെങ്കിൽ അത് നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിപൂർണ്ണ പിന്തുണ കൊടുത്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിബ്രീൽ വന്ന് പോകുന്നതും ജിബ്രീൽ ഓതി കൊടുക്കുന്നതും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജനങ്ങളോട് പ്രബോധനം ചെയ്തൊക്കെ ലൈവായി കണ്ട അബൂ താലിബിന് നബിയുടെ ഒരു അനുയായിയായി മാറാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ ഇതിനേക്കാൾ വലിയ ഹതഭാഗ്യം ലോകത്ത് വേറെ ഏതാ സഹോദരന്മാരെ? ചിന്തിച്ചു നോക്കേണ്ടതാണ്. നമുക്ക് ഈ കഴിഞ്ഞ ഒരു മാസം ഞാൻ നിങ്ങൾ റമദാനിലായിരുന്നു. നമ്മളെല്ലാവരും ശരിക്കൊരു വർക്ക്ഷോപ്പിലായിരുന്നു. എന്താ വർക്ക്ഷോപ്പ്? നമുക്കറിയാലോ, വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുടെ വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഒരു വാഹനത്തിന്റെ ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ വാഹനം നമ്മളിതാ കയറ്റുകയാണ്, വർക്ക്ഷോപ്പിലേക്ക് കയറ്റുകയാണ്. ആ വാഹനം കയറ്റി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കച്ചും കണയും തീർക്കണം നമ്മള്. എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഷൂ മാറും, ക്ലച്ച് മാറും, ടയർ മാറും, എഞ്ചിൻ ഓയിൽ മാറും, എന്തൊക്കെ കേടുപാടുണ്ടോ അതെല്ലാം ശരിയാക്കിയിട്ട് പെയിന്റ് അടിച്ച് ഒരു പുതുപുത്തൻ വണ്ടി പോലെ ഞാൻ നിങ്ങളും ആ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയാണ്. ആ വണ്ടിയുടെ എല്ലാ കേടുപാടുകളും മാറ്റി, ടയർ വരെ പുതിയതാ. അങ്ങനെ ആ വണ്ടി പുറത്തേക്ക് ഇറക്കുമ്പോൾ എന്തൊരു ടെസ്റ്റ് ചെയ്തു, ആ
ആ വണ്ടി നേരത്തിലൂടെ ഓടിക്കാനുള്ള എല്ലാ ഗുണങ്ങളും വണ്ടിക്കുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകി നമ്മൾ കൊണ്ട് ഓടിച്ചു തുടങ്ങി. ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയതുപോലെ. ഇതേപോലെയാണ് ഞാൻ നിങ്ങളും ഒരു മാസക്കാലം ഞാൻ നിങ്ങൾ ഒരു വർക്ക്ഷോപ്പിലായിരുന്നു. നമ്മുടെ മനസ്സ് ശരിയാക്കി, നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന അഴുക്കളെല്ലാം നമ്മൾ എന്തെങ്കിലും കഴിക്കളഞ്ഞോ, പാപങ്ങൾ കഴിക്കളഞ്ഞോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മയിലെമ്പാടും അതിശീഘ്രം കുതിച്ചു പോയാൽ പരിശ്രമിച്ച ആളുകളെ ഞാൻ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്തു, നമ്മളത് ഓതാൻ ശ്രമിച്ചു, പരിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. അള്ളാഹുവിന്റെ മുമ്പിൽ ഇരു കരങ്ങൾ നീട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾ സമയം കണ്ടെത്തി. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ തിന്മയും നമ്മൾ നോമ്പെന്ന പരിചയോട് തടുത്തു നിർത്തി. പാടില്ല, എനിക്ക് എന്റെ കണ്ണുകൊണ്ട് ആ ഹറാമായാലും നോക്കാൻ പാടില്ല, ഞാൻ നോമ്പുകാരനാണ്. എന്റെ കാതുകൊണ്ട് എന്റെ ചെവി കൊണ്ട് ആ ഹറാമായാലും കേൾക്കാൻ ഞാൻ സന്നദ്ധനല്ല, ഞാൻ നോമ്പുകാരനാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നമ്മൾ നോമ്പായിരുന്നു. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നോമ്പിലായിരുന്നു, നമ്മുടെ വയറ് മാത്രമല്ല. അങ്ങനെ നമ്മൾ ശരിക്കും ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയ വണ്ടി പോലെയാണ് ഞാൻ നിങ്ങളിപ്പോ. നമ്മുടെ നമുക്ക് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പ്രതിഫലം, ഇത് മാത്രമായിരുന്നു സഹോദരന്മാരെ ഒരു മാസക്കാലം എനിക്ക് നിങ്ങൾക്കുണ്ടായ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട. ആ ഹിദായത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ആ ഹിദായത്ത് കിട്ടിയതുകൊണ്ടാണ് ഒരു മാസക്കാലത്തെ റമദാൻ എനിക്ക് നിങ്ങൾക്കും അത് നേടിയെടുക്കാൻ പറ്റിയത്. ചിന്തിച്ചു നിങ്ങള്, ഒരു മാസക്കാലം നോമ്പെടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല, സന്തോഷമായിരുന്നു എനിക്ക് നിങ്ങൾക്കോ. ആ റമദാൻ പോയപ്പോ, ആ റമദാൻ നമ്മൾ ഇവിടെ പറഞ്ഞപ്പോ എനിക്ക് നിങ്ങൾക്ക് വേദന ഉണ്ടായി. എന്താണ്? അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ ചെയ്തുകൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ പറ്റിയ നല്ലൊരു സമയം വന്നപ്പോ റബ്ബേ, അതെനിക്ക് സ്വായത്തമാക്കാൻ, അത് ഉപയോഗപ്പെടുത്താൻ, അത് അതിൻ്റെതായ രീതിയിൽ അതിന്റെ ചൈതന്യം ചോർന്നു പോകാതെ എന്റെ ജീവിതത്തിൽ കരസ്ഥമാക്കിയെടുക്കാൻ റബ്ബേ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന ഒരു മാനസികമായ വിഷമം എന്നെ നിങ്ങൾ വലട്ടിയിട്ടുണ്ട് സഹോദരന്മാരെ. ആ റമദാൻ പോയപ്പോ ഇനി അടുത്ത വർഷം ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുമോ അറിയില്ല. നമുക്ക് തറാവീഹ് നിസ്കാരത്തിൽ ഞാൻ നിങ്ങളും ശുഷ്കാന്തി കാണിച്ചു. ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിച്ചു. നോമ്പ് തുറപ്പിക്കാൻ, നോമ്പ് പിടിക്കാൻ മാത്രമല്ല, നോമ്പ് പിടിച്ചവരെ നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു. എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കി. ആ റമദാൻ നമ്മൾ സ്വാധീനം ഉണ്ടാക്കി. നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് കഴുകിക്കളഞ്ഞ് പാവക്കാരോടെല്ലാം കളഞ്ഞ് നല്ലൊരു മനുഷ്യനെ നമ്മൾ മാറി. ഈ ഹിദായത്തുണ്ടല്ലോ, ഇത് കളയാതെ സൂക്ഷിക്കണം. ഇത് കളയാതെ സൂക്ഷിക്കണം. നമ്മള് ചിന്തിച്ചു നോക്കുക, നമ്മുടെ നാനാഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താ? നാനാഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് ലോക ചർച്ച, മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് ലോകത്തിന് ചർച്ച. ഇവിടെ ഏതൊക്കെ മതങ്ങളുണ്ട്, എന്തെല്ലാം ആശയങ്ങളുണ്ട്, എന്തെല്ലാം ആദർശങ്ങളുണ്ട്, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന എല്ലാവരും, മുസ്ലിങ്ങളെ എല്ലാവരും വിമർശിക്കുന്നത്. ഇങ്ങനത്തെ വെള്ളാപ്പുഴ ഗണേശൻ നമ്മൾ കണ്ടില്ലേ? മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞു, മറുപടി കൊടുത്തതാരാ? മുസ്ലിങ്ങളല്ല. ആ അയാളുടെ ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെ അയാൾക്ക് പറഞ്ഞു കൊടുത്തു മലപ്പുറം എന്താണ്, മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ സ്വഭാവം എന്താണ്, അവരുടെ സ്നേഹം എന്താണ്, അവരുടെ മനുഷ്യത്വം എന്താണ് എന്ന് അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് മുസ്ലിങ്ങളല്ല, അവരുടെ ജാതിയിൽപ്പെട്ട അമുസ്ലിങ്ങളായ ആളുകൾ, മലപ്പുറത്തിന്റെ ആ ഗുണം ആസ്വദിച്ച ആളുകൾ വിശദീകരിച്ചു കൊടുത്തില്ലേ സഹോദരന്മാരെ? ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണത് വിമർശിക്കട്ടെ, പറയുന്നവരോട് പറഞ്ഞിട്ട് മുസ്ലിങ്ങളായ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഭാവി ഉണ്ടാവും ചില ആളുകൾക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങളെ ഇപ്പൊ ഒരാൾക്ക് രാഷ്ട്രീയ ഭാവി തെളിയിക്കാൻ, രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാകാൻ എന്ത് ചെയ്താൽ മതി? മുസ്ലിങ്ങളെ പരസ്യമായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ രണ്ട് തെളിവ് പറഞ്ഞാൽ മതി. അവർ അങ്ങനത്തെവരാണ്, തീവ്രവാദികളാണ്, ഭീകരന്മാരാണ്, അവരങ്ങനെയാണ്, ഇങ്ങനെയാണ്, റമദാനത്തൊക്കെ കളയമടച്ചിടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തീർമാനം വിട്ടാൽ അവര് രാഷ്ട്രീയ ഭാവിയുണ്ട്. അങ്ങനെ ഭാവി ഉണ്ടാക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ അഭിപ്രായം, ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. എന്താണ്? അങ്ങനെ വിമർശിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ പോകേണ്ടത്, മറുപടി കൊടുക്കാൻ പോകണ്ട. കാരണം എങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമുള്ള മതം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അടിസ്ഥാനമുള്ള മതം ഇസ്ലാം, കഴമ്പുള്ള മതം, ആദർശമുള്ള മതമാണ് അള്ളാഹുവിന്റെ മതം. അതുകൊണ്ട് ഇതിനെ എതിർക്കുന്ന ആളുകള്, കാരണം ഇസ്ലാം സർവ്വവിധ തിന്മകൾക്കും എതിരാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇസ്ലാം സർവ്വവിധ തിന്മകൾക്കും എതിരാണ്. കൊള്ളക്കൊടുക്കൽ പലിശകൾക്കെതിരാണ്, വ്യഭിചാരത്തിനെതിരാ, അതേപോലെ തന്നെ മദ്യപാനത്തിനെതിരാ, മയക്കുമരുന്നിനെതിരാ, ഇവിടെ കാണുന്ന സർവ്വ ചൂഷണങ്ങൾക്കും ഇസ്ലാമെതിരാണ്. അതുകൊണ്ട് ഇസ്ലാം വളർന്നാൽ, ഇസ്ലാമിന്റെ ശക്തികൾ ഉണ്ടായാൽ, ഇസ്ലാമിക ആശാദർശങ്ങളിൽ ഭൂമുഖത്ത് അവശേഷിച്ചാൽ അത് ഞങ്ങളെ പോലെയുള്ള അധർമ്മകാരികൾക്ക് വളരാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞ
പലിശയുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നടപടി തന്റെ മാതാവുമായി വിഭജിക്കുന്നത് പോലെയാണ് എന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? അത്ര ഗൗരവമാണ് ഇസ്ലാം പലിശയെ കാണുന്നത്. അതുകൊണ്ട് പലിശക്കെതിരെ ഇസ്ലാം, ലോട്ടറിക്കെതിരെ ഇസ്ലാം. പക്ഷെ വേറൊരു കാര്യം, ഞാൻ ഈ പാലക്കാട് ഒന്ന് ഇറങ്ങിപ്പോയി. ഈ പാലക്കാട് KSRTC ഇറങ്ങിയപ്പോഴാണ് ലോട്ടറി വെക്കുന്നത് കൂടുതലും കേൾക്കാൻ പറയാം. നമ്മളെ കണ്ടുകൊണ്ടെന്ന് ഒരിക്കലും ഒരാൾ ഇസ്ലാമിലേക്ക് വരില്ല. എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വരില്ല. കാരണം നമ്മുടെ സ്വഭാവവും നമ്മുടെ ശൈലിയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ നിലപാടൊക്കെ ഇസ്ലാം പഠിപ്പിച്ച വിരുദ്ധമാണ്. പേരൊക്കെ മുസ്ലിമിന്റെ പേരായിരിക്കും സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടതാ. അപ്പോ വെള്ളാപ്പള്ളിമാര് മലപ്പുറത്തെ കുറിച്ച് കുറ്റപ്പെടുത്തിയാലും, അതേപോലെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെതിരെ എങ്ങനെയൊക്കെ കിടന്ന് ചാടി അഭിപ്രായങ്ങൾ പറഞ്ഞാലൊക്കെ ശരി. ഇതെല്ലാം ചിന്തിച്ചു നോക്കിയേ. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ കബറിലേക്ക് കിട്ടണം, നാളെ പരലോകത്ത് അള്ളാഹു സ്വർഗ്ഗം ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കാക്കമാർ മുമ്പുണ്ടായിരുന്ന ആളുകൾ അവരുടെ സ്വത്തുക്കൾ അള്ളാഹുവിന്റെ ഭാഗത്തിലേക്ക് വഖഫ് ചെയ്ത ഭൂമികള്, സ്ഥാപനങ്ങള്, അപ്പൊ അതൊക്കെ നമ്മുടെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്കുള്ള ബില്ലുകൾ പാസ്സാക്കുമ്പോ സ്വാഭാവികമായിട്ടും എതിർപ്പുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ ഏതൊക്കെ ആശാദർശങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ ആളുകൾ ഒഴിച്ചുകൊടുത്തോ അതൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ മുത്തലാഖ് വിഷയം വന്നു. ഞാൻ എല്ലാ വിഷയം കോർത്തിലേക്ക് പറഞ്ഞത് നമ്മൾ ചിന്തിക്കാൻ യുവാക്കളുണ്ട്, കുറച്ച് യുവാക്കളുടെ ഉള്ളിൽ കാണുന്നുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കുമ്പോൾ അവർ പഠിക്കുന്ന ഇസ്ലാമിനെ എങ്ങനെയാണോ? ഇപ്പൊ മുത്തലാഖ് വന്ന് 3 തൊലാഖിന്റെ വിഷയം വന്ന് ഇസ്ലാമിൽ തൊലാഖ് എന്താണ്, ഇസ്ലാം തൊലാഖ് ചെല്ലാൻ എപ്പോഴാണ് ആവശ്യപ്പെട്ടത്? അഡ്വക്കേറ്റുമാര് പഠിച്ചു, സുപ്രീം കോടതി അഡ്വക്കേറ്റുമാര് പഠിച്ചു. ഒരാൾ തൊലാഖ് ചെയ്യാൻ, തൊലാഖ് ചെല്ലപ്പെട്ട പെണ്ണ് എവിടെയാണ് നിൽക്കേണ്ടത്, എപ്പോഴാണ് തൊലാഖ് അത് തൊലാഖ് ആകുന്നത്, ഏതെല്ലാം ഘട്ടങ്ങൾ വരെ തൊലാഖ് ചെല്ലാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാട് അതിന് വശങ്ങളുണ്ട്. അത് അഡ്വക്കേറ്റുമാര് ശരിക്കും ഖുർആനിൽ നിന്നൊക്കെ പഠിച്ച് അവര് കോടതിയിൽ പോയി വാദിച്ചു. അവർ ഇസ്ലാമിന്റെ തൊലാഖിനെ കുറിച്ച് പഠിക്കാൻ ഖുർആൻ എടുത്ത് സാധിച്ചു, മുത്തലാഖിനെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ വഖഫിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർന്നിട്ടില്ല, വഖഫിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളുടെ വഖഫ് എന്താണ്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഈ റോഡ് സൈഡിൽ ഇപ്പൊ എനിക്കറിയാൻ കഴിയുന്നത് 9 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒരു സെന്റിന് വരേണ്ട വെച്ചോ. എന്റെ ബാപ്പ, ഞാൻ ഉദാഹരണം, എന്റെ ബാപ്പ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. ഒരു ബാപ്പ പറഞ്ഞു ഞാനിത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്യും. അങ്ങനെ കൊടുക്കാൻ ഈ സമുദായത്തിനല്ലാതെ, മുസ്ലിം സമുദായത്തിലെ, മുസ്ലിം സൊസൈറ്റിയിലെ ഒരു അംഗത്തിനല്ലാതെ ഈ ലോകത്ത് ഒരു ശക്തിക്കും ഒരു മനുഷ്യനും ഒരു ഇസ്ലാം ഉൾക്കൊള്ളുന്ന ഒരാൾക്കും സാധിക്കുന്ന സഹോദരന്മാരെ. കാരണം അറിയുമോ? അവനൊരു ദൃഢവിശ്വാസമുണ്ട്. ഇതെല്ലാം ജീവിതം കിടക്കുന്നവരെയാണ് പരലോക ജീവിതം. എനിക്കവിടെ ആ പരലോക ജീവിതത്തിൽ എന്റെ റബ്ബിന്റെ പ്രതിഫലം എനിക്ക് വേണം. ഈ സ്ഥലം, ഈ കാണുന്ന സ്ഥലം, ഈ ഭൂമി ഞാൻ നാളെ പരലോകത്ത് തലയിൽ വെച്ചുകൊണ്ട് പോകില്ല. ഈ ഭൂമിക്ക് നാളെ എന്റെ റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും എന്ന ഉത്തരവാദിത്തോടെ തന്റെ ആശ്രയത്തേക്ക് വേണ്ടി, തന്റെ പരലോക ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി അയാൾ ഓഫർ ചെയ്തു പോയി. ഇത് ഞാൻ പള്ളിക്ക് ഇരിക്കട്ടെ, പള്ളിക്ക് കൊടുക്കുന്നു, ഇതിനുള്ള വരുമാനം എടുക്കും, പള്ളിക്കാം, മദ്രസക്കാം, ഇവിടെയുള്ള ജനങ്ങൾക്ക് അങ്ങനെ ഒരു നിയമത്തോടെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് ആർക്കേ പറ്റുള്ളൂ? അത് അള്ളാഹുവിന് ഭയമുള്ള ഒരു മുസ്ലിമിനെ പറ്റുള്ളൂ. ഒരു 50 പൈസക്ക് വേണ്ടി അല്ലെങ്കിൽ 5 രൂപക്ക് വേണ്ടിയിട്ട് കൊലപാതകം നടക്കുന്ന ലോകമാണ്. ചിന്തിച്ചു നോക്കുന്നത്. ഭക്ഷണപ്പൈ അടുത്ത് കൊല്ലം ജില്ലയിൽ ഒരു കൊലപാതകം നടന്നു. എന്താണ്? ഭക്ഷണം കഴിച്ചിട്ട് 5 രൂപയുടെ തർക്കം നടന്നു. പിന്നെ വേറൊരു കടയിൽ, പച്ചക്കറി കടയിൽ കയറി ഒരു കഷ്ണം ഇതെടുത്തു, ക്യാരറ്റ്. ആ ക്യാരറ്റ് കഴിച്ചതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദ്യോത്തരമുണ്ടായി. അവസാനം അതിന്റെ പേരിൽ കത്തിക്കുത്തുണ്ടായി ആ കടക്കാർ തോന്നുന്നത്. ഇതൊക്കെ നമ്മൾ നടന്ന നമ്മുടെ കേരളത്തിലാണ് നമ്മൾ ഓയപ്പെടുന്നത്. ഒരു ക്യാരറ്റ് വിട്ടുകൊടുക്കാൻ ചിന്തിക്കണം നിങ്ങൾ. ഒരു കഷ്ണം ക്യാരറ്റ് വിട്ടുകൊടുക്കാൻ സാധിക്കാത്ത മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ. പക്ഷേ നമ്മുടെ കാക്കാരന്മാർ കോടിക്കണക്കിന് ആസ്തിയുള്ള, കോടിക്കണക്കിന് വരെയുള്ള ഭൂമി വിട്ടുകൊടുക്കാൻ, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ വിട്ടുകൊടുക്കാൻ അത് ഹിദായത്ത് കൊണ്ട് മാത്രമാണ് സാധിച്ചത്. ഹിദായത്ത്, അള്ളാഹുവിന്റെ ഹിദായത്ത് മനസ്സിലേക്ക് കയറിയപ്പോ, പരലോകത്തെ കുറിച്ച് ചിന്ത വന്നപ്പോ, അവിടെ എനിക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണം, അള്ളാഹുവിന്റെ കത്തിക്കാടുന്ന നരകത്തിൽ രക്ഷപ്പെടണം, നാളെ റബ്ബിന്റെ അനുഗ്രഹമായ സ്വർഗം എനിക്ക് കരസ്ഥമാക്കണം എന്ന ഉറച്ച തീരുമാനത്തോടെ നമ്മുടെ മുൻഗാമികൾ വിട്ടുകൊടുത്തു. അപ്പൊ ഇസ്ലാമിന്റെ വഖഫ് എന്താണ് എന്ന് ഇവിടുത്തെ ഇതര മതസ്ഥരായ സഹോദരന്മാർക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഇതൊക്കെ നമുക്ക് അനുകൂലമാണ്. ഇപ്പൊ നമുക്കറിയാം, സെപ്റ്റംബർ 1 ആ സംഭവം ഉണ്ടായപ്പോൾ എന്താണ്, ഇസ്ലാം തീവ്രവാദമാണോ
ഇസ്ലാം മിതവാദമാണോ? ഇസ്ലാം ശാന്തിയുടെ മതമാണോ? ഇസ്ലാം എന്ന പേര് തന്നെ ശാന്തിയുടെ മതം എന്ന പേര് അറിയപ്പെടും. ഇസ്ലാം സമാധാനം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം. അപ്പൊ അങ്ങനെ അറിയപ്പെടുന്ന മതം ഈ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ആളുകൾ പഠിച്ചു, ആളുകൾ ചിന്തിച്ചു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മീഡിയകൾ വിളമ്പുന്നത് പോലെ, പാശ്ചാത്യർ വിളമ്പുന്നത് പോലെ അല്ല, മറിച്ച് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. അവർ ഇസ്ലാമിന്റെ ഖുർആൻ ഇത് പഠിക്കുന്നു, ഇസ്ലാമിന്റെ പ്രവാചക അധ്യാപനത്തിൽ പഠിക്കുന്നു, അവർ മനസ്സിലാക്കുന്നു. പലരും ഇസ്ലാമിലേക്ക് കടന്നത്, എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നത് ഇപ്പോഴും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ആരുടെയും ഗുണം കൊണ്ടല്ല, എന്റെ നിങ്ങളുടെ പവർ കൊണ്ടല്ല. അള്ളാഹുവിന്റെ ഖുർആനും അതിന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നിലനിൽക്കുന്ന കാലത്തോളം അത് പഠിക്കാൻ ഒരാൾ മനസ്സ് കാണിച്ചാൽ തീർച്ചയായിട്ടും ഇസ്ലാമിനെ മനസ്സിലാക്കാനും ആ ഇസ്ലാമിന്റെ സമത്വ സുന്ദരമായ ആശയാദർശങ്ങളിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരാൻ സാധിക്കും. സഹോദരന്മാരെ, അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമി ലോകത്ത് സമാധാനമാണ് വിളംബരം ചെയ്യുന്നത്, സ്വസ്ഥതയാണ്, റഹ്മത്താണ്, കാരുണ്യമാണ്, സ്നേഹമാണ്, പരസ്പരം വിട്ടുവീഴ്ചയാണ്. ഇസ്ലാമിന്റെ മുഖത്തിൽ എടുത്തു നോക്കുക നിങ്ങൾ. എവിടെ ഇസ്ലാം ഒരു സ്ഥലത്തും ഒരു അക്രമം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിച്ചെന്താണ്? ഒരാളെ അന്യായമായി കൊന്നാൽ, നിങ്ങൾ കേട്ടില്ല ആയത്? ഒരാളെ അത് പറയുന്നത് എവിടെയാണ്? അതിന്റെ പേര് ഇസ്ലാമിന്റെ 2 മക്കൾ ഹാബീലും ഖാബീലും, അവർ തമ്മിലുണ്ടായ ചെറിയ പോരാട്ടം. അതില് അനുജൻ സഹോദരൻ മറ്റു സഹോദരനെ കൊല്ലുകയാണ് ഒരു പെണ്ണിന്റെ വിഷയത്തിൽ. എന്നിട്ട് ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വന്നിട്ട് പറയുന്നത്, ആരെങ്കിലും ഒരാളെ മനഃപൂർവ്വം ഒരു കാരണമില്ലാതെ ഒരാളെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെ പോലും കൊന്നതിനെ പോലെയാണ്. ഈ ലോകത്തുള്ള ഒരാളെ, ഒരു നിരപരാധിയെ കൊന്നാൽ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിരപരാധിയെ കൊന്നാൽ, ആ കൊന്ന കൊലയാളി ഉണ്ടല്ലോ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നവനെ പോലെയാണ്. ഇനി ആരെങ്കിലും ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ, അവനെ കൊല്ലാതെ വിട്ടാൽ, ജീവിക്കാൻ അനുവദിച്ചാൽ, അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെ ജീവിക്കാൻ അനുവദിച്ചവനെ പോലെയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കും. അപ്പൊ ഒരാളെ അന്യായമായി കൊല്ലരുതെന്ന്, കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെ കൊന്നവനെ പോലെയാണ് കേട്ടോ. ഖുർആന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ എങ്ങനെ ഒരു മുസ്ലിമിന് ഈ ഖുർആൻ പഠിച്ച, ഈ ആയത്ത് പഠിച്ച മുസ്ലിമിന് എങ്ങനെ ഇവിടെ കലാപം ഉണ്ടാക്കാൻ പറ്റും? എങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റും? എങ്ങനെ ഒരാളെ അന്യായമായി വധിക്കാൻ പറ്റും? പറ്റില്ല. അത് ഖുർആനിൽ പഠിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പോ ഇസ്ലാം എന്തല്ല? തീവ്രവാദമല്ല, ഇസ്ലാം ഭീകരവാദമല്ല. ഇസ്ലാം സമാധാനത്തിന്റെ, ശാന്തിയുടെ, സ്വസ്ഥതയുടെ, സന്തോഷത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, കാരുണ്യത്തിന്റെ മതമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമുക്ക് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകിയത് ഏറ്റവും വലിയ ഭാഗ്യം ഹിദായത്ത്, മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ പറ്റി. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഈ ഇസ്ലാമിനെതിരെ ആളുകൾ കൊത്തിവലിക്കുമ്പോൾ, ഇസ്ലാമിനെല്ലാവരും ആ നിലക്കൊക്കെ ശപിക്കുമ്പോഴും വർത്തമാനങ്ങൾ പറയുമ്പോഴും ആക്രമിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇത് നമുക്കിപ്പോ ഒരു പുത്തിരിയായിട്ട് തോന്നണ്ട, പക്ഷെ ഇത് പുത്തിരിയില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഈ ദൗത്യവുമായി ഏതൊക്കെ പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാർക്കൊക്കെ അഭിമുഖീകരിക്കേണ്ടത് പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. നമുക്കതിന് ചുടുവിൽ ഒരു കുഴപ്പമില്ല, ഒരു പരീക്ഷണമില്ല, ഒരു പ്രയാസമില്ലാതെ നമുക്കൊക്കെ സ്വർഗത്തിൽ പോകാം എന്ന ചിന്ത എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ വിശ്വാസത്തിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടും. നമ്മൾ മുസ്ലിങ്ങളാണോ? മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ കേൾക്കാൻ പറ്റാത്ത, കേൾക്കാൻ ആഗ്രഹിക്കാത്ത സംഗതികള് ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് അതാ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മള്. ഇന്ന് ഖുർആൻ പറയില്ലേ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംബന്ധിച്ചും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല പറയാണ്, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സ്വദേശത്തിലും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മുൻഗാമികളായ വേദഗ്രന്ഥ നൽകപ്പെട്ട ആളുകളിൽ നിന്നും പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഇപ്പൊ ഈ ഏറ്റവും വലിയ ഉദാഹരണം, ഈ വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഊത്തുൽ കിതാബ് ഗ്രന്ഥം നൽകപ്പെട്ട സമൂഹം എന്ന് പറയുന്ന ജൂത നസാറാക്കളാണ്. അതിൽ ഈ നസാറാക്കളിൽ നിന്നുണ്ടായില്ലേ, സപ്പോർട്ട് ചെയ്തില്ലേ? ചിന്തിച്ചു നോക്ക്. അല്ലാഹു തആല എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട സമൂഹത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഉപദ്രവങ്ങളുണ്ടാവും, ആക്ഷേപങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അവരെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമിനല്ലദീന അശ്റകൂ വലൻ കസീറ, ബഹുദൈവ വിശ്വാസികളിൽ നിങ്ങൾക്ക് ധാരാളമായി ധാരാളമായി പീഡനങ്ങളുണ്ടാവും, ധാരാളമായി ഉപദ്രവങ്ങളുണ്ടാവും. ഇത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു പറഞ്ഞത് ഇത് പുത്തനല്ല, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ സംഗതിയല്ല.
ഈ ലോകത്തേക്ക് ഈ ദൗത്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളാണ്. നമ്മുടെ സമ്പത്ത് ഇപ്പൊ ഈ വഖഫ് ഭേദഗതി ബില്ലിൽ നമ്മുടെ സമ്പത്താണുള്ളത്. മുസ്ലിങ്ങള് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിട്ടുകൊടുത്ത ഭൂമിയാണ്. അള്ളാഹു പറഞ്ഞല്ലേ, നിങ്ങളുടെ അംവാലിൽ, നിങ്ങളുടെ ധനത്തിൽ അള്ളാഹു താല പരീക്ഷിക്കും. ആ പരീക്ഷ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അനുകൂലമായിട്ട് ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ ഇവിടത്തെ നസാറാക്കൾ അവർ ആഹ്വാനം ചെയ്തു. ചില ആളുകൾ വിട്ടുനിന്ന്. ഇതൊക്കെ നമ്മൾ കണ്ടതാ സൗരന്മാരെ. ഇത് പുത്തരിയില്ല ഇസ്ലാമിനെ സംബന്ധിച്ചോ, ഇത് ഉണ്ടാവും. അള്ളാഹു തആല പറയാ ഇത് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്താൽ, നിങ്ങൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ നിങ്ങളുടെ ദേഹത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ വിശ്വാസത്തിലും നിങ്ങളുടെ ആചാരങ്ങളിലും നിങ്ങളുടെ അനുഷ്ഠാനങ്ങളിലും നിങ്ങളുടെ സംസ്കാരത്തിലും നിങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായും അല്ലാഹു തആല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളതാ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അല്ലാഹു തീർച്ചപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സന്ദർഭങ്ങളിൽ നമ്മൾ കലാപം ഉണ്ടാക്കണം അല്ല, നമ്മൾ തെരുവിലിറങ്ങണം അല്ല, മറിച്ച് എന്താണ്? ക്ഷമിച്ചോ, നിങ്ങൾ സഹിച്ചോ, നിങ്ങൾ അതിന് അർഹരാണ്. നിങ്ങളെ ആ നിലയ്ക്ക് ആളുകൾ ആക്ഷേപിക്കും, പക്ഷെ നിങ്ങൾ അക്ഷമരാകരുത്. നിങ്ങൾ സഹനം കൈവിടരുത്, സഹിക്കണം എന്ന് ഖുർആൻ പറയാണ്. നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ, അങ്ങനെ ആയിരിക്കണം നമ്മള് അതിന് വിടാൻ പാടില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് ഞാനൊരു ഒന്നാന്തര മുസ്ലിമാണ്, നീ പറയുന്ന പോലത്തെ മുസ്ലിമല്ല, നീ കേട്ട മുസ്ലിമല്ല, നീ അറിഞ്ഞ മുസ്ലിമല്ല, ഞാൻ ഖുർആൻ പറഞ്ഞ മുസ്ലിം, ഞാൻ ഹദീസ് പറഞ്ഞ മുസ്ലിം എന്ന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കേണ്ട സമാനമായ സമൂഹത്തിൽ ഇസ്ലാമിനെ വിമർശിക്കും. നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ഇപ്പൊ എവിടെയാണ് ഇസ്ലാമിനെ വിമർശിക്കാത്ത ഒരു രാജ്യം നമ്മൾ കാണിച്ചത്? എവിടെ നോക്കിയാലും അല്ലെ, എവിടെ നോക്കിയാലും ഇസ്ലാമിനെ വിമർശിക്കുക. ഈ ലോകത്തിൽ നിന്ന് ഈ സമൂഹത്തിൽ ഇല്ലായ്മ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ. പക്ഷേ അല്ലാഹു തആല എങ്ങനെയൊക്കെ ആളുകൾ പരിശ്രമിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശം പൂർത്തീകരിക്കുക ചെയ്യും. അവിശ്വാസികൾ എത്ര വെറുത്താലും ശരി. അപ്പൊ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന ആദർശം ഈ ലോകത്ത് ശരിയായ ആദർശമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ പറഞ്ഞില്ലേ, ഈ കായികനികളുള്ള മരത്തിലെ കുട്ടികൾ കല്ലെറിയുന്നതാണ്. ഇപ്പൊ മാങ്ങയൊക്കെ ഉണ്ടായിരിക്കുന്ന കാലഘട്ടമാണ്, ഇപ്പോ വേനൽക്കാലമാണ്. എവിടെ പറമ്പിലൊക്കെ നോക്കിയാൽ നല്ല നല്ല മാങ്ങകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കശു മാവ്, അതേപോലെ തന്നെ സാധാരണ നമ്മുടെ തിന്നുന്ന മറ്റുള്ള മാങ്ങകൾ. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? കല്ലെടുത്ത് എറിയും. എന്തിനാണ്? ആ ഫലം കിട്ടാൻ. ഇതേപോലെ കഴമ്പുള്ള അടിസ്ഥാനമുള്ള കായികനികളുള്ള ഒരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ നാനാഭാഗത്തു നിന്നും കുട്ടികൾ കല്ലെറിയുന്ന പോലെ ആളുകൾ കല്ലെറിയും. അത് കഴമ്പുള്ള മതമായി കൊണ്ടിട്ടാണ്. വേറെ ഒരുപാട് ഇസ്ലാമികളോ ആശയങ്ങളോ ലോകത്തുണ്ടല്ലോ. ആരും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ, പഠിക്കുന്നില്ലല്ലോ. ഇസ്ലാമിനെ കുറിച്ച് മാത്രം പഠിക്കുന്നു, ചിന്തിക്കുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, ഒരൊറ്റ ആദിവാസി കുടില് പോലും അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ സന്ദേശം എത്താത്തൊരു കുടില് പോലും ഈ ലോകം അവസാനിക്കാനാവുമ്പോ ഉണ്ടാകുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ അട്ടപ്പാടി ഉള്ള പ്രദേശങ്ങളിൽ, അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ആദിവാസി കുടിലുകൾ നമുക്ക് ഇസ്ലാം എന്താണെന്നറിയാത്ത, ലോകം എന്താണെന്നറിയാത്ത, മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താത്ത ഒരുപാട് ആളുകൾ, കാട്ടുവാസികളിലെ, കാട്ടിൽ താമസിക്കുന്ന ആളുകൾ, ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ എന്താണെന്ന് അറിയാത്ത ജനങ്ങൾ, അവരുടെ കുടിൽ വരെ ഇസ്ലാം എത്തും. അങ്ങനെ എത്താതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്ന പോലെ ഇസ്ലാമിന്റെ സന്ദേശം, ഇസ്ലാമിന്റെ ആദർശം ഇന്ന് ആദിവാസി കുടിലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയ ഈ ഹിദായത്ത്, ഈ സന്മാർഗം അബൂ താലിബിന് കിട്ടാത്ത, നബിയോടൊപ്പം ജീവിച്ച അബൂ താലിബിന് കിട്ടാത്ത ആ സന്ദേശം, ആ ഒരു ഹിദായത്ത് എനിക്ക് നിങ്ങൾക്ക് അല്ലാഹു തആല നൽകി. ഇത് നിസ്സാരമല്ല. നമ്മൾ ഈ കിട്ടിയ ഈ സന്ദേശം, ഈ ഹിദായത്ത്, ഈ ആദർശം അത് കെടാതെ സൂക്ഷിക്കുക. നമ്മുടെ ജനങ്ങൾക്ക് ഞാനൊരു മുസ്ലിമാണ് നമ്മൾ ജീവിച്ചു കാണിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ, സ്വഭാവം കൊണ്ട്, കച്ചവടത്തിൽ കച്ചവടം കൊണ്ട്,
നമ്മുടെ സംസ്കാരം കൊണ്ട് എല്ലാം ഞാൻ മുസ്ലിമാണ് എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് സഹോദരന്മാരെ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അല്ലാതെ ആളുകൾ ആക്ഷേപിക്കുമ്പോൾ എനിക്ക് ഇസ്ലാം വേണ്ട, ഇസ്ലാം പഴഞ്ചനാണ്, ഇസ്ലാമിൽ ആകർഷം കൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരുപാട് മുദ്രകൾ വരുന്നത്, അങ്ങനെ ചിന്ത വേണ്ട. ഇങ്ങനെ പരീക്ഷിക്കപ്പെടാതെ ഈ ലോകത്ത് നിന്ന് ഒരു മുസ്ലിമിനും ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാൻ സാധ്യമല്ല എന്ന് ഖുർആന്റെ പ്രഖ്യാപനമാണ് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഹിദായത്തിനെ അത് നഷ്ടപ്പെടുത്താതെ ഹിദായത്തിന് അടിയോട് ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൗഹീദ് പ്രബോധനം ചെയ്തുകൊണ്ട് ആ തൗഹീദിൽ അനിഷ്ടമായി ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുവഹിദുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിച്ച് മരണപ്പെട്ടു പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الإخوان والأخوات أوصيكم ثانيا بتقوى الله. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം പറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മളൊക്കെ മുസ്ലിങ്ങളായി അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അതേപോലെ തന്നെ നമ്മൾ മുസ്ലിങ്ങളാണോ പരീക്ഷണങ്ങളുണ്ടാവും, ആക്ഷേപങ്ങളുണ്ടാവും. ഇത് അടിസ്ഥാനമുള്ള മതമാണ്. ഈ മതത്തെ പലപ്പോഴും പല കോണുകളിൽ നിന്നും ആളുകൾ വിമർശിക്കും. ആ വിമർശനങ്ങൾക്ക് നമ്മൾ എന്താണ് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ നമ്മൾ മറുപടി കൊടുക്കേണ്ടവരാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നതിന്റെ ആകെ ചുരുക്കം. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊരിക്കൽ യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅ അൽ അഖറതു. ഈ ഹദീസ് നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ വിശന്ന് വരഞ്ഞ ആളുകൾ, നമുക്ക് കഠിനമായ വിശപ്പുണ്ടെന്ന് വെച്ചോ, ആ വിശന്ന് വരഞ്ഞ ആളുകള് ഭക്ഷണം വെച്ചിരിക്കുന്ന ഭക്ഷണത്തളിയിലേക്ക് ആർത്തിയോടുകൂടി ആ ഭക്ഷണം കൈയിട്ട് ഇങ്ങനെ മാറാൻ ചെല്ലുന്നത് പോലെ ഈ സമുദായത്തിന്റെ നേതൃക്ക് ശത്രുക്കൾ ഇങ്ങനെ ഈ സമുദായത്തെ കൊത്തിപ്പറിക്കാൻ വേണ്ടി നാനാഭാഗത്തു നിന്നും കൈയിട്ട് ഇങ്ങനെ വാരും എന്ന് പറഞ്ഞാൽ ആക്രമിക്കാൻ വേണ്ടി വരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്. അത് നബി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫഖാല ഖായിലൻ വമൻ ഖില്ലത്തുൻ അനഹു യൗമൈദിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ഭക്ഷണത്തടയിലേക്ക് ആളുകൾ ആർത്തിയോടുകൂടി വരുന്നത് പോലെ ശത്രുക്കൾ നാനാഭാഗത്തു നിന്ന് ഇസ്ലാമിന്റെ നേർക്ക് ആക്രമിക്കാൻ വേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ്, നഹ്നു യൗമൈദിൻ ഖില്ല, ഞങ്ങളൊന്ന് കുറച്ചായിരിക്കോ, ന്യൂനപക്ഷമായിരിക്കോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് സ്വഹാബത്ത്. അല്ല, നിങ്ങൾ ധാരാളം ഉണ്ടാവും, നിങ്ങൾ ന്യൂനപക്ഷമല്ല, ഭൂരിപക്ഷമായിരിക്കും നിങ്ങൾ. പക്ഷേ നിങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളില്ല. അല്ലാഹു റസൂൽ പറയുന്നത്, വലാകിന്നകും ഗസാഉൻ കൗസാഇ സൈലി വലയൻസിഅന്ന അല്ലാഹു മിൻ സുദൂരി അദുവിക്കും അൽബാത മിൻകും. നിങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ അമുസ്ലിങ്ങളായ, ഇവിടുത്തെ ശത്രുക്കളായ, ഇവിടുത്തെ പല ആളുകൾക്കും നിങ്ങളെ കുറിച്ച് ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ പേടി അല്ലാഹു തആല നിങ്ങളിൽ നിന്നും അവരുടെ മനസ്സിൽ നിന്ന് ഊരിക്കളെ. നിങ്ങളെ കുറിച്ചുള്ള പേടി, നിങ്ങള് വെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചപ്പ് ചവർ ചണ്ടികളെ പോലെ ആയിരിക്കും നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ വാക്കുകൾ വെള്ളത്തിൽ, മഴവെള്ളത്തിൽ ഒഴുകി വരുന്ന ആ ചണ്ടി ചവറ്, ആ പത, അഴുക്ക്, ആ പിന്നെ മറ്റേ ശവങ്ങള് പലതുണ്ടാവില്ലേ, അങ്ങനെ ഒഴുകി വരുന്ന ചപ്പ് ചവർ ചണ്ടികളെ പോലെ ഒന്നിനും കൊള്ളാത്ത ആളുകളായി നിങ്ങൾ മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്തിന് വീട്ടിലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ, എന്റെ റസൂൽ പറഞ്ഞു, മാത്രമല്ല നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലാഹു തആല വഹൻ ഇട്ട് തരും, വഹൻ ഒരു ദൗർബല്യം നിങ്ങൾക്ക് ഇട്ട് തരും. അപ്പൊ സ്വഹാബത്തിന് ഇങ്ങനെ ചോദിച്ച നബി ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ, എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ? അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് സ്വഹാബത്ത് നബിയോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, ഖാല ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഈ ഹദീസ് നിങ്ങൾ പലപ്പോഴും കേട്ടോ, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. നമ്മുടെ മനസ്സിൽ കൂടിയ പിടികൂടിയ വഹൻ എന്താണെന്ന് സ്വഹാബത്ത് ചോദിച്ചു.
നബിയുടെ മറുപടി ദുനിയ, ഈ ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. മരിക്കാനുള്ള പേടി, മരിക്കാനുള്ള വെറുപ്പ്, ഈ പറഞ്ഞ രണ്ട് സംഗതികൾ ഇന്നത്തെ മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മരിക്കാൻ പേടി, മരിക്കാനുള്ള ഒരു ഇഷ്ടക്കുറവ്. ഞങ്ങളൊക്കെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതേപോലെ തന്നെ ദുനിയ, ഈ ദുനിയാനുള്ള സ്നേഹം. സമ്പാദിക്കണം, ഉണ്ടാക്കണം, ഉണ്ടാക്കിയപ്പോൾ വീണ്ടും ഉണ്ടാക്കണം. അങ്ങനെയല്ല റബ്ബി പഠിപ്പിച്ചില്ലേ, ആദമിന്റെ മകന് ഒരു താഴ്വര നിറച്ച് സ്വർണ്ണം കൊടുത്താലും രണ്ടാമത് താഴ്വര സ്വർണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്ന. ഇത് മനുഷ്യന്റെ ദുരാഗ്രഹം. ഇത് മാറപ്പോഴാ അവനെ കബറിലേക്ക് വെക്കുമ്പോഴാണ്, അവന്റെ വായിലേക്ക് മണ്ണ് വീഴുമ്പോന്ന് പറഞ്ഞാൽ അവനെ കബറിലേക്ക് വെക്കണം. എന്നാലേ ഈ ദുരാഗ്രഹം മനുഷ്യന് മാറുള്ളൂ. എത്ര ശരിയാണ് പഠിപ്പിച്ചത്. നമ്മള് പൈസ ഉണ്ടാക്കി അതിന്റെ കൂടെ വീണ്ടും ഉണ്ടാക്കണം. 1000 ഉണ്ടായി അത് 2000 ആക്കണം, ലക്ഷം ഉണ്ടായി അത് കോടിയാക്കണം. ഇങ്ങനെയാണ് മനുഷ്യരുടെ ചിന്ത. അപ്പൊ ദുനിയാവിനോട് അവൻ ഇങ്ങനെ ഒറ്റിരിക്കുകയാണ്. അതിനോട് പ്രേമമാണ്, അതിനോട് ഇഷ്ടമാണ്, മരിക്കാനുള്ള പേടിയും. ഇത് രണ്ടും ഈ സമുദായത്തിൽ പിടികൂടിയിരിക്കുന്നു. അങ്ങനെയുള്ള ദൗർബല്യം ഈ സമുദായത്തിന് പിടികൂടി. അതുകൊണ്ട് എന്താണ് അല്ലാഹു തആല ശത്രുക്കളെ ഇവരുടെ നേരെ കഴിച്ചുകൊണ്ട് ഇവരെ നാനാഭാഗത്ത് കൊത്തിയൊലിക്കുന്ന സാഹചര്യം ഈ ലോകത്ത് സംജാതമാകുമെന്ന് 14 നൂറ്റാണ്ട് എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് സഹോദരന്മാരെ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ചിന്തിച്ചു നോക്കിയേ, ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ട ആളുകൾക്ക് വരെ ഇസ്ലാമിനെ അവർ ഇന്ന് മറ്റുള്ള ആളുകൾക്ക് പന്താടെ കുറ്റപ്പെടുത്താൻ ഇട്ടുകൊടുക്കുന്ന ഏർപ്പാടല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. 10-14 വർഷം പള്ളി ദർശനം പഠിച്ച് മുസ്ലിയാരായി ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കുന്ന, ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താ? പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ വിടാതെ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, എന്റെ വീട്ടിലെ എന്റെ സംസ്കാരം അനുസരിച്ച് പോയാൽ മതി. ഇവിടുത്തെ പട്ടിയും പൂച്ചയും ആനയും കുതിരയൊന്നും ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്നില്ലല്ലോ. ആരാണ് പറഞ്ഞത്? സമൂഹത്തിന് മുമ്പിൽ മതം പഠിപ്പിക്കാനുള്ള പണ്ഡിതന്മാർ ഒരു ഉടുപ്പുമില്ലാതെ യാതൊരുവിധ ലക്ഷ്യമില്ലാതെ ഇന്നത്തെ ആധുനിക സമൂഹത്തിന് മുമ്പിൽ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറയാണ് ആന ഏത് ആനയാണ് ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചതെന്ന് ചോദിക്കുന്നാരാ? പണ്ഡിത വേഷധാരികള്. ഇത് കണ്ടിട്ടല്ലേ ഇവിടുത്തെ സമൂഹം മുസ്ലിങ്ങൾ വിലയിരുത്തുന്നത്. ഇവിടുത്തെ മുസ്ലിങ്ങൾ നമ്മളെ കുറ്റപ്പെടുത്തിയെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടുന്ന അറിവുകൾ ഇത്തരത്തിലുള്ള ഈ വിഡ്ഢി വേഷം പണ്ഡിത വേഷം ധരിച്ച വിഡ്ഢികളുടെ വാക്കിൽ നിന്നാണ് അവർ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നത്. സഹോദരന്മാരെ, ഒരു പണ്ഡിതൻ തന്റെ ഭാര്യയെ പ്രസവിക്കാൻ വിടാതെ അവരെ പ്രസവം പറഞ്ഞാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഒരു സ്ത്രീ അവിടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രസവത്തോടെ ആ പെണ്ണിനെ കൊടുത്തു കൊടുക്കുന്നു. അത്രമാത്രം സങ്കീർണമായ ഒരു അവസ്ഥയാണ് പ്രസവം. അതുകൊണ്ടല്ലേ നമ്മുടെ ഉമ്മാക്ക് പാപ്പായൊക്കെ കൂടുതൽ സ്നേഹം ഉമ്മാക്കല്ലേ. എന്താ കാരണം? നമുക്ക് എങ്ങനെ പറ്റുന്നതാണ്? ഏത് ഏറ്റവും കൂടുതൽ വേദന പാപ്പാക്ക് വേദനയുണ്ട്, പക്ഷെ പാപ്പയുടെ വേദന പാപ്പാക്ക് ഒതുക്കിക്കാൻ പറ്റും. പക്ഷെ ഉമ്മക്ക് അങ്ങനെയല്ല, ഉമ്മ പൊട്ടിക്കരയും. കാരണം ഉമ്മയുടെ വേദന ഉമ്മക്ക് അറിയാം, ഞാനവിടെ പ്രസവിച്ചത് ആ നിലക്കാണ്. അതുകൊണ്ട് ഉമ്മക്ക് നമ്മൾ സ്നേഹമാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചത് ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആരോടാണ് പ്രവാചകരെ ചോദിച്ചപ്പോ നിന്റെ ഉമ്മയോട് ബന്ധമല്ല, പിന്നെ ആരോട് ചോദിച്ചപ്പോ നിന്റെ ഉമ്മയോട്, പിന്നെ ആരോട് പ്രവാചകൻ നിന്റെ ഉമ്മയോട്. 3 പ്രാവശ്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ മനുഷ്യൻ സഹവസിക്കേണ്ടത് അവന്റെ കൂട്ടുകാരോടല്ല, അവന്റെ കാമുകിയോടല്ല, അവന്റെ മറ്റേതൊരു കൂട്ടുകാരിയോടല്ല, മറിച്ച് അവന്റെ ഉമ്മയായിരിക്കണം അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരി. 3 പ്രാവശ്യം പറഞ്ഞു. 4ാമത്തെ പ്രാവശ്യം സുമ്മൻ കാലന്റെ വാപ്പയോട്. അങ്ങനെ പറഞ്ഞ ആ ഉമ്മ എത്ര വേദന പ്രസവിക്കുന്നത്. ആ ഉമ്മക്ക് ആ വേദന അറിയാം. സഹോദരന്മാരെ, ആ ഒരു സ്ത്രീ സങ്കീർണമായി പ്രസവിക്കുന്നത്. ചിലപ്പോൾ രക്തസ്രാവം ഉണ്ടാവാം, അതോടുകൂടി ചിലപ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെടാം. ഇന്നിപ്പോ ആധുനിക ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. വീട്ടിൽ പ്രസവിച്ചാൽ എങ്ങനെയൊക്കെ അവസ്ഥ പറയാൻ പറ്റില്ല, ആ സമയത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? പണ്ടൊക്കെ ആളുകൾ പ്രസവിച്ചിട്ട് ശരിയാണ്, വീട്ടിലൊക്കെ നമ്മുടെ ഉമ്മമാര് പ്രസവിച്ചിട്ടുണ്ടാവാം. അത് കാലഘട്ടം വേറെ, ഈ കാലഘട്ടം വേറെ. ഇന്നത്തെ സ്ത്രീകള് സത്യത്തിൽ അവർ പണിയെടുക്കുന്നില്ല. ഇന്നത്തെ എല്ലാം വിഷയമാണ്. ഇന്ന് അരക്കണ്ട, നമുക്കറിയാലോ, വാഷിംഗ് മെഷീൻ ഉണ്ട്, അരക്കണ്ട നമ്മുടെ മിക്സിയുണ്ട്. എന്തോരം പണിയും സ്ത്രീകളെ സംബന്ധിച്ച് ചെയ്യേണ്ട, ആ ഉസിച്ചോട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ശരീരം അനങ്ങാതെ അങ്ങനെയുള്ള ഒരു സുഖ സൗകര്യമുള്ള ലോകത്ത് ജീവിക്കുമ്പോ ചിലപ്പോ പ്രസവമൊക്കെ ചിലപ്പോൾ സങ്കീർണമാവാം. അതുകൊണ്ടല്ലേ ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ തന്നെ ഡോക്ടർമാര് ബെഡ് റെസ്റ്റ് പറയണം, അനങ്ങരുത്, എഴുന്നേൽക്കുമ്പോ തന്നെ ശ്രദ്ധിക്കണം, അങ്ങോട്ട് കുനിയരുത്, ഇങ്ങോട്ട് ചായരുത് ഒക്കെ പറഞ്ഞു കൊടുക്കുക. എന്താണ് ഈ കുട്ടി വയറ്റിൽ വളർന്നു വരുന്ന കുട്ടിക്ക് യാതൊരു കേടുപാടും സംഭവിക്കാതെ മാന്യമായിട്ട് പ്രസവിക്കുക. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ വിടൂല, വീട്ടിൽ പ്രസവിക്കാൻ പ്രസവിപ്പിച്ചു. അവസാനം പോയി ഡയറെന്താ പറഞ്ഞ സമൂഹത്തിൽ വന്നിട്ട് ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയാലും എന്റെ ഭാഗം ശരിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഉറച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. ഇയാളെ പ്രേരിപ്പിക്കണം. എന്താണ് ഈ CM മടവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പച്ച
മനുഷ്യൻ അയാളെ ഫോളോ ചെയ്തുകൊണ്ട് അയാളുടെ ജാറ് ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് അയാള്. ചിന്തിച്ചു നോക്കണം. ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ, ഇസ്ലാമിന്റെ ആശാദർശങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ താഴെ നൽകാൻ ഇത്തരത്തിലുള്ള ഈ പണ്ഡിത പുരോഹിത വേഷധാരികൾ ഈ സമൂഹത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ യഥാർത്ഥ മതത്തിന്റെ ഈ ആശാദർശങ്ങൾ മനസ്സിലാക്കി പ്രബോധനയുടെ ഉത്തരവാദിത്തം സഹോദരന്മാരെ എനിക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന തിരിച്ചറിവ് ഉണ്ടാവണം. അള്ളാഹു തആല അത്തരത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന അത് പ്രബോധനം ചെയ്യുന്ന മുത്തഖികളായി മുഖ്ലിസുകളായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള മുത്തഖികളുടെ ഗണത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ഹോസ്പിറ്റലുകളിൽ വീടുകളിൽ കഴിഞ്ഞുകൊണ്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ആശ്വാസവും ശിഫയും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ആദർശബന്ധുക്കൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും നമ്മളെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.